ഹായ് ഹലോ, നമ്മളെ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഒരു 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, സ്ക്വയർ കേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് റേഡിയോളജി ഡേ അന്ന് നവംബർ 8 ചെയ്തത് കേക്കായിരുന്നു. അപ്പോൾ കേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് ഉള്ളതായിരുന്നു, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് കട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് യെല്ലോ കളറിൽ ആ ഒരു ലോഗോ വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എഡിബിൾ പ്രിൻ്റാണ് കേട്ടോ, എഡിബിൾ തന്നെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ അവർ നൈറ്റിലാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. ഈ ഒരു പ്രിൻ്റ് കിട്ടാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ പ്രിൻ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ റേഡിയോളജി എന്നുള്ള ഒരു ഫോണ്ടൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് നമുക്ക് ഒരു യെല്ലോ ബ്ലാക്ക് തീമിലായിട്ടാണ് കേക്ക് വന്നത്. അപ്പോൾ ഇത് നടക്കാവിൽ ഹോസ്പിറ്റലിലേക്കുള്ളതായിരുന്നു. നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു 2 kg ടോൾ കേക്കാണ്. ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ. നമ്മൾ കേക്കിൽ ഒരു ഫ്ലവർ സ്റ്റാൻഡ് വെക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം ടൈമും അത്യാവശ്യം റിസ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പി ഹസ്ബൻഡ് സെറ്റാക്കി തന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഫ്ലോറൽ വാറൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് നമുക്ക് നല്ലപോലെ വെക്കാമെന്നുള്ളത്. അത് വമ്പൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ, കാരണം ഫ്ലവർ പല സൈഡിലേക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെയിം ഫ്രണ്ടിൽ തന്നെ ആക്കിയിട്ട് ഒക്കെ ഒന്ന് ടൈറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ കേക്കിൽ നമ്മൾ അത് ഡയറക്റ്റ് വെക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു സ്റ്റാൻഡിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് കേൾക്കുമ്പോൾ എന്താവും എന്നുള്ള ടെൻഷനൊക്കെ ആയിട്ട് എനിക്ക് നല്ല പേടിയുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെറിയൊരു വളവുണ്ടായിരുന്നു കേട്ടോ, അത് പിന്നെ റെഡിയാക്കാൻ നിന്നില്ല. പിന്നെ ഇനി അത് തൊട്ട് കഴിഞ്ഞാൽ അത് കൊള്ളാവുമെന്ന് അറിയാമായിരുന്നു. പിന്നെ നമ്മൾ തന്ന പോലെ ഫ്ലവേഴ്സൊക്കെ അതേ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ സീക്രട്ട് കേക്ക് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് നമുക്ക് റീച്ച് കിട്ടിയ വീഡിയോ, അപ്പോൾ അതേപോലെ ചെയ്യാനുള്ളൊരു കേക്കായിരുന്നു. ഗ്രീൻ കളറിൽ സെറ്റ് ചെയ്യാനാണ് കേട്ടോ കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേക്ക് ചോക്ലേറ്റ് കേക്ക് തന്നെയായിരുന്നു. അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. കേക്കിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ, ലേസർ പ്രിൻ്റ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ OHP ഷീറ്റ് സെയിം സൈസിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു ഗ്രീൻ കളർ ക്രീം തന്നെ വെച്ചിട്ട് നമ്മൾ മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇത് സീക്രട്ട് മെസ്സേജ് കേക്ക്, അങ്ങനെ പല പേരുണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് മുകളിലേക്ക് വലിക്കാനുള്ള ആ ഒരു ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ നോർമൽ കേക്ക് പോലെ സെറ്റാക്കി എടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ജിപ്സം ഫ്ലവറാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാവുമ്പോൾ ഒന്നും കൂടി മാച്ച് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ജിപ്സം ഫ്ലവേഴ്സ് നമ്മൾ ആ ഒരു മെസ്സേജ് ഉള്ള സ്ഥലത്തായിട്ട് നമ്മൾ അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയില്ല, കറക്റ്റ് അത് പൊക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് സ്ഥലത്തായിട്ട് ജിപ്സം ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കപ്പിൾസിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സും കൂടി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റെഡ് കളറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒന്നും കൂടി മാച്ച് ആയിക്കോട്ടെ, ഒന്ന് ഹൈലൈറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത വൈറലായിട്ടുള്ളൊരു കേക്കായിരുന്നു നമ്മുടെ ഈ ഒരു കേക്ക്. അപ്പോൾ കേക്ക് നമ്മൾ ഉള്ളിൽ ഒരു ബ്ലഡ് പോലെ വരുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ, ഇല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്തിട്ടും ചെയ്യാം. അതിൽ നമ്മളൊരു ക്ലിങ് റാപ്പ് ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. റെഡ് കളറിൽ ആയിട്ട് ഇത് നമ്മളൊന്ന് ചുറ്റിയെടുത്തിട്ട് കേക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ചോക്ലേറ്റ് ഗനാഷ് ആണല്ലോ, അതൊന്ന് കട്ടയായി പോവും. അപ്പോൾ കേക്ക് ഒരുപാട് നേരത്തെ ചെയ്യാനുള്ള കേക്കാണ്, അല്ലെങ്കിൽ ഒരുപാട് ലോങ് പോകാനുള്ള കേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ വെള്ളം വെച്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മളെ ഷുഗർ സിറപ്പൊക്കെ വെച്ചോ അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ ഈ ഒരു റെഡ് കളർ കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ ആകുമ്പോഴേ നമ്മളിങ്ങനെ കുത്തുമ്പോൾ കറക്റ്റ് ലിക്വിഡായിട്ട് പുറത്ത് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടായി കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ കേക്ക് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ട്രയലാക്കി ചെയ്തതാണ് കേട്ടോ. കസ്റ്റമറുടെ കേക്ക് നമുക്ക് ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കാനുള്ള അവസരമൊന്നുമില്ലല്ലോ. അപ്പോൾ സെറ്റ് ആവില്ലേ എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഞാനൊരു ട്രയൽ ചെയ്ത കേക്കായിരുന്നു ഇത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ചോക്ലേറ്റ് കട്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ കസ്റ്റമർക്ക് കൊടുത്തത്.